നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ഇനി അല്പസമയം കർത്താവിന്റെ വചനങ്ങൾ നമുക്ക് കേൾക്കാം. അനുഗ്രഹമേറിയ കർത്തദാസൻ അല്പം മുമ്പ് ദൈവത്തിന്റെ വചനങ്ങൾ സംസാരിച്ചു. വീണ്ടും ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ സമർപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ നാട്ടുകാരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഈ സുവിശേഷ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അല്ലൊരു ഞങ്ങൾക്കിവിടെ ഉയർത്തി കാണിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അതേ മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് നൽകപ്പെട്ട വേറെ നാമമില്ല. എന്നൽക്കാലം സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. സുവിശേഷം എന്ന ഇംഗ്ലീഷ് വാക്ക്, സുവിശേഷം എന്ന മലയാള പദത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ഗുഡ് ന്യൂസ് എന്നാണ്. നല്ല വാർത്തകൾ, അനുഗ്രഹമേറിയ വാർത്തകൾ, നല്ല വാർത്തകൾ, അനവധി നിരവധി വാർത്തകൾ കേട്ട് നാം രാവിലെ എഴുന്നേൽക്കുന്നവരാണ്. നമ്മെ ഞെട്ടിപ്പിക്കുന്നതും അമ്പരപ്പെടുപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും അതിശയിപ്പിക്കുന്നതും അനവധി നിരവധി വാർത്തകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നാം ഇരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്ന മലയാളികളായ നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ വാർത്തകൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ പത്രമാധ്യമങ്ങൾ ഇത്രയധികമായി തഴച്ച് വളരാൻ കാരണം. ചൂടപ്പം പോലെയല്ലേ പത്രങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ വീട്ടിലെ TV ഓൺ ചെയ്താൽ വാർത്തകൾക്ക് വേണ്ടി പ്രത്യേക ചാനലുണ്ട്. 24 മണിക്കൂറുകളും വാർത്തകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകസഭ വാർത്തകൾ, രാജ്യസഭ വാർത്തകൾ, നിയമസഭ വാർത്തകൾ, നഗരസഭ വാർത്തകൾ, ഗ്രാമസഭ വാർത്തകൾ, നാട്ടുവാർത്തകൾ, വിദ്യാഭ്യാസ വാർത്തകൾ, ബിസിനസ് വാർത്തകൾ, കൗതുക വാർത്തകൾ, കുട്ടികളുടെ വാർത്തകൾ, അങ്ങനെ 24 മണിക്കൂറുകളും വാർത്തകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വാർത്തയാണെങ്കിലും ഒരു പ്രാവശ്യം കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിക്കുകയില്ല. നമ്മൾ പിന്നെ പുതിയ വാർത്തകൾ കേൾക്കുവാൻ ചാനൽ മാറ്റിപ്പിടിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഇന്ന് പറയുന്ന നമ്മുടെ വാർത്ത ഇന്ന് ആരംഭിച്ചതല്ല. 2024 വർഷങ്ങൾക്ക് മുൻപ് പകൽ മുഴുവൻ ആടുകളെ ആടുകളെ അത്യുന്നതത്തിൽ പ്രവേശിച്ച് ശ്രമിക്കുന്ന അട്ടടയന്മാരുടെ സ്വർഗത്തിലെ മാലകമാർ കടന്നു വന്ന് പറഞ്ഞ വാർത്തയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ദാവീദിന്റെ സന്തതിയായ യേശു ക്രിസ്തു ബേത്ലഹേം കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നു. മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന വാർത്ത. അതായത് അടിമുടി അവനെ രൂപാന്തരപ്പെടുത്തുവാനും ഭാവാന്തരപ്പെടുത്തുവാനും കഴിയുന്ന വാർത്ത. നരഭോജിയെ നരസ്നേഹിയാക്കുവാൻ, ഭാവിയെ വിശുദ്ധനാക്കുവാൻ, വിശുദ്ധന്മാർക്ക് സ്വർഗരാജ്യം നൽകുവാൻ, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം നൽകുന്ന, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന, അനുഗ്രഹമേറിയ അനുഭവങ്ങൾ നിറഞ്ഞ അചഞ്ചലമായ അത്ഭുതത്തിന്റെ വാർത്ത. അതാണ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പാട്ടിലൂടെയും ഞങ്ങളുടെ യൂസിലൂടെയും എല്ലാം അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു ലോകം കണ്ട ഏറ്റവും അത്ഭുതമേറിയ വ്യക്തി, ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ പോരാ, മഹാന്മാരിൽ മഹാൻ. ലോകം കണ്ട ഏറ്റവും വലിയ രാജാവ് എന്ന് പറഞ്ഞാൽ പോരാ, രാജാക്കന്മാരിൽ രാജാവ്, നേതാക്കന്മാരിൽ നേതാവ്, ഗുരുക്കന്മാരിൽ ഗുരു, പ്രഭുക്കന്മാരിൽ പ്രഭു, അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ അമ്മ രാജാക്കന്മാരുടെ രാജാവ്, നേതാക്കന്മാരുടെ നേതാവ്, ഗുരുക്കന്മാരുടെ ഗുരു, പ്രവാചകന്മാരിൽ പ്രവാചകൻ, വീരനായ ദൈവം. ആ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അല്പസമയം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത്. എന്തിനാണ് യേശു ഭൂമിയിൽ വന്നത്? യേശു ജനിച്ചില്ല എന്ന് ആരും പറയുന്നില്ല. ലോകത്തിന്റെ ചരിത്രങ്ങളെ പോലെ രണ്ടായിട്ട് കീറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ താളുകൾ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രഭൂഷണാണ് നാസറായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കൂടാതെ ഒരു ചരിത്രമില്ല. ലോകചരിത്രം എഴുതുന്ന ഒരാൾക്ക് യേശു ക്രിസ്തുവിനെ കൂടാതെ ലോകചരിത്രം എഴുതുവാൻ കഴിയില്ല. ലോകത്തിന്റെ ചരിത്രങ്ങൾ രണ്ടായിട്ട് നയിച്ചുകൊണ്ട് എഡിയും ബിസിയും ക്രിസ്തുവിന് മുൻപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകചരിത്രം ആരംഭിക്കുന്നത്. ചരിത്രഭൂഷണ യേശു ക്രിസ്തു. എന്തിനാണ് യേശു ഭൂമിയിൽ വന്നതെന്നാണ് പലർക്കും ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയാത്തത്. ഒന്നും വിചാരിക്കണ്ട. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യ നിന്റെ പാപങ്ങളെ വിടുവിപ്പാനാണ്. യേശു ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ കഴിയുന്ന ആത്മീയമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. വേദപുസ്തകമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. വേദപുസ്തകം എന്ന് പറയുന്ന അനുഗ്രഹമേറിയ ഗ്രന്ഥമാണ്. ലോകം കണ്ട ഏറ്റവും അനുഗ്രഹമേറിയ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ആമേൻ. സഹോദരൻ, ഈ പുസ്തകത്തെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയാത്ത ഒരാൾ വായിച്ചാൽ ഒരാളെഴുതിയ പുസ്തകമായിട്ട് തോന്നും. പക്ഷേ ഇത് ഒരാളെഴുതിയ പുസ്തകമല്ല. ഏതാണ്ട് 40 പേരെഴുതിയ പുസ്തകമാണ്.
സ്വതന്ത്രം 40 പേരെന്ന് പറയുമ്പോൾ 40 പേരെ വിളിച്ച് ഒരു വീട്ടിൽ കൊണ്ടുപോയി ഒരു വട്ടമേശൽ വിട്ടുപിരുത്തി അവരുടെ ബുദ്ധി മണ്ഡലങ്ങളിൽ ഊരിത്തിരിഞ്ഞു വരുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്ത് അതിൽ ലഭിക്കുന്ന നല്ല ആശയങ്ങളെ കോർത്തിണക്കി എഴുതപ്പെട്ട പുസ്തകമല്ല. 40 മാതാപിതാക്കന്മാരുടെ മക്കളായി വിവിധ കാലഘട്ടങ്ങളിൽ വിദേശത്വ സംസ്കാരങ്ങളിൽ വിവിധ ഭാഷകളിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തികളെ കാലാകാലങ്ങളിൽ ദൈവം വിളിച്ചു ഓർമ്മിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ എഴുതപ്പെട്ട അനുഗ്രഹ ഗ്രന്ഥമാണ് വേദപുസ്തകം. അതാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. വേദപുസ്തകത്തിലാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അത് എഴുതപ്പെട്ടിരിക്കുന്ന അനുഗ്രഹമേറിയ ഗ്രന്ഥം വേദപുസ്തകം. മലയാളികളെ നമുക്ക് അഭിമാനിപ്പാൻ ഒരു വകയുണ്ട്. മലയാളത്തിൽ ആദ്യത്തെ അച്ചടിച്ച് പുറത്തിറക്കപ്പെട്ട പുസ്തകവും വേദപുസ്തകമാണ്. അതാണ് അഭിമാനിപ്പാൻ വക ഉണ്ടെന്ന് പറഞ്ഞത്. മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച് പുറത്തിറക്കപ്പെട്ട പുസ്തകം വേദപുസ്തകമാണ്. 1819 നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വന്നൊരു മിഷണറി ഉണ്ട്, റബർണ്ട് ബെഞ്ചമിൻ പൈലി. കോട്ടയത്ത് നിന്നാണ് ആദ്യത്തെ മലയാളത്തിൽ അച്ചടിച്ച പുസ്തകം പുറത്തിറക്കിയത്. കോട്ടയം എന്ന് പറയുന്ന CMS പ്രസിൽ നിന്നും ആദ്യത്തെ മലയാളത്തിൽ അച്ചടിച്ച് പുറത്തിറക്കപ്പെട്ട പുസ്തകം വേദപുസ്തകമാണ്. പണ്ട് ഈ മലയാള മണ്ണ് അടിമകൾ കൊണ്ട് നിറയപ്പെട്ട മണ്ണായിരുന്നു. പച്ച മനുഷ്യനെ വില പറഞ്ഞ് വിളിക്കുന്ന അടിമച്ചന്തകളുള്ള ഒരു സംസ്ഥാനമായിരുന്നു മലയാള നാട്. അടിമകൾ കൊണ്ട് നിറയപ്പെട്ടവർ. പാവപ്പെട്ടവന് വഴി നടക്കാൻ അവകാശമില്ല. പാവപ്പെട്ടവന് സ്വന്തം വഴി നടക്കാൻ അവകാശമില്ല. സാധാരണക്കാരന് നല്ല വസ്ത്രം ധരിപ്പാൻ അവകാശമില്ല, നല്ല ഭക്ഷണം കഴിപ്പാൻ അവകാശമില്ല, നല്ല ജോലി ചെയ്യാൻ അവകാശമില്ല. എന്തിനാ പറയുന്നു? ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിപ്പാൻ അവകാശം നിഷേധിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട് പാടത്തിലും പറമ്പിലും പണിശാലകളിൽ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട സാധാരണക്കാരെ വിടിവിച്ചെടുക്കേണ്ട ശക്തിയാണ് ഈ ഭൂഷണം. ധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അരിക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മാനവർഗം പകൽ അതിരാവിലെ സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ പടിഞ്ഞാറ് അസ്തമിക്കുന്നവരെ പാടത്തും പറമ്പിലും പണിശാലകളിൽ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട്, മൃഗങ്ങളെ പോലെ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു പറ്റം ജനമുണ്ടായിരുന്നു പണ്ട് കേരളത്തിൽ. സുവിശേഷം വന്നപ്പോഴാണ് അവർ കണ്ണു തെളിഞ്ഞത്. മിഷണറിമാർ നോക്കിയപ്പോൾ ആളയോടും പോത്തിനോടും വെച്ച് കണ്ണത്തിൽ ഉഴുതു മറിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ മിഷണറിമാരുടെ ഹൃദയം തകർന്നുപോയി. വിടുവിച്ചെടുക്കാൻ പറഞ്ഞു. അതാരാന്ന് ചോദിച്ചേ. 4 കാല് മൃഗങ്ങളോട് കൂടെ 2 കാലുള്ള ഒരു മൃഗം നിൽക്കുന്നു. അതാരാന്ന് ചോദിച്ചേ. മനസ്സിലായില്ല. ചേറും ചെളിയും നിറഞ്ഞവനായി അതേ മാത്രം മറച്ചുകൊണ്ട് ഒരു ജീവി. മിഷണറിമാർ ചോദിച്ച ആ ജീവി ഏതാണ്? അത് മനുഷ്യജീവിയാണ്. വിട്ടെടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിടുവിച്ചെടുത്തവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് സോപ്പ് കൊടുത്ത് സുവിശേഷം പറഞ്ഞു കൊടുത്ത് അവർ കണ്ണു തെളിഞ്ഞു. പണിയെടുത്താൽ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാനുള്ള അതേ അവകാശം അവർക്ക് ലഭിച്ചു. സുവിശേഷമാണ് മനുഷ്യനെ കണ്ണ് തെളിയിക്കാനിടയായി കൂട്ടി വരുത്തി. അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർക്ക് ഇരുന്ന് ആരാധിപ്പാൻ, വചനം കേൾക്കുവാൻ പള്ളി പണിത് കൊടുത്തു. അങ്ങനെ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നവർക്ക് പുസ്തകം കൊടുത്തു, ബൈബിള് കൊടുത്തു, ലഘുലകൾ കൊടുത്തു. പക്ഷെ അവർക്ക് വായിപ്പാൻ അക്ഷരം അറിയത്തില്ല. അക്ഷരം അറിയാത്തവരെ അക്ഷരം പഠിപ്പിക്കുവാൻ പള്ളിയോട് ചേർത്തുണ്ടാക്കിയ കൂടമാണ് പള്ളിക്കൂടം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ചരിത്ര സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിന്റെയും എന്റെയും വിടുവിച്ചെടുക്കുവാനാണ് യേശു ഈ പൽക്കല ഭൂമിയിൽ വന്നത്. നിന്റെ അടിമത്തത്തിൽ നിന്ന്, നിന്റെ ബന്ധനത്തിൽ നിന്ന്, നിന്റെ പോരാട്ടത്തിൽ നിന്ന്, നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന്, നിന്റെ രോഗങ്ങളിൽ നിന്ന്, നിന്റെ വിഷയങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ചെടുക്കുവാൻ കാലത്തിന്റെ നിഗമിൽ കാലസമ്പൂർണതയിൽ ദൈവം മനുഷ്യനായി സ്ത്രീയുടെ സമ്മതിയായി കാലിത്തൊഴുത്തിൽ ജനിച്ചു. യേശു ജനിച്ചില്ലെന്ന് ആരും പറയത്തില്ല. ഡിസംബർ മാസം 25 തീയതി നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ തോമലപക്ഷി കൊണ്ട് അടയാളപ്പെടുത്തി സംശയിക്കണ്ട. യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. എന്റെ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ഭൂമിയിൽ ജനിച്ചു. അതേ നിൽക്കലം 30-ാമത്തെ വയസ്സിൽ യേശു യോഹന്നാൻ കൈക്കിൽ സ്നാനമേറ്റു. 3 വർഷക്കാലം യേശുദേവന്റെ തെരുവിലൂടെ അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരുവീൻ.
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അനേക രോഗികൾ സൗഖ്യം കൊടുത്ത്, അനേകർക്ക് വിടുതൽ കൊടുത്തു, ബന്ധനങ്ങൾ അടിച്ചേശു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ കാലത്തില് നേതാക്കന്മാർ യേശുവിന് വിരോധമായി എഴുന്നേറ്റു. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. യേശുവിന് അങ്ങനെ പോയാൽ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മതങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ നിയമങ്ങളും എല്ലാം ബന്ധിക്കപ്പെട്ടു പോകും, അടച്ചു കൂട്ടപ്പെടും. അതുകൊണ്ട് യേശുവിനെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു. യേശുവിനെ കൊല്ലുവാൻ അവർ പിടിക്കപ്പെട്ട് പീലാത്തോസിന്റെ അരമനയിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. ഒരു രാത്രി 5 കോടതികൾ വിസ്തരിച്ചു. വിസ്തരിക്കപ്പെട്ടു. 5 കോടതികൾ വിസ്തരിക്കപ്പെട്ടു. അവർ വിധി കൽപ്പിച്ചു. നീതിമാനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. യേശുവിനെ അടിച്ചിട്ട് വിട്ടയക്കാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ അടിക്കുവാൻ പീലാത്തോസിന്റെ ശിക്ഷ നടത്തുന്ന സ്ഥലമായ കൽത്തളത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. വസ്ത്രം ഉരിഞ്ഞെടുത്തു, ഒരു മാർദ്ദവസം ധരിപ്പിച്ചു, അതേ കൽത്തൂണോട് ചേർത്ത് കുടിച്ചിട്ട് ബന്ധിച്ചിട്ട് നീളമുള്ള ചാട്ടവാറുകൾ കൊണ്ട് യേശുവിനെ അടിച്ചു. ഉടവുചാലുപോലെ അവന്റെ ശരീരം അടിച്ച് തകർക്കപ്പെട്ട് രക്തം അതേ വാർന്നൊഴുകി. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നിന്റെ പാപത്തിനു വേണ്ടി യേശുവിന്റെ രക്തം അവസാന തുള്ളി വരെയും എനിക്ക് നിനക്ക് വേണ്ടി ഊറ്റി. തന്റെ ഏകജാതപുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കോണമായി ലോകത്തെ എന്നെയും നിന്നെയും സ്നേഹിച്ച്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭവനത്തിൽ അകത്തളത്തിൽ വേദനയോടെ, ഭാരത്തോടെ, ഒറ്റപ്പെട്ടവരായി, എല്ലാവരും കൈവിടപ്പെട്ടവരായി, ആരും കരുതുവാനോ സ്നേഹിക്കുവാനോ ഇല്ലാതെ ഭാരപ്പെട്ട് കുടുംബത്തിന് അകത്തളത്തിൽ വേദനയോടെ ആയിരിക്കുന്ന വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു, ഇടപെടുകയാണ്. യേശുവിനെ സ്നേഹിക്കുന്നു. യേശുവിനെ വിടിപ്പാൻ ശക്തനാണ്. യേശു സൗഖ്യമാക്കാൻ ശക്തനാണ്. യേശുവിന്റെ അരികിലേക്ക് ഓടുക. യേശുവിനെ വിളിക്കുന്നു. ആ കർത്താവിനെ വിടിയിപ്പാൻ ആണ് ഇന്ന് ഭൂമിയിൽ അവതരിച്ചത്. ആ യേശു രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യന്റെ ജീവൻ രക്തത്തിലല്ലോ അവന്റെ ജീവൻ ജനീകരിക്കുന്നത്. എന്റെയും നിന്റെയും ജീവൻ നിലനിർത്തുവാൻ എനിക്കും നിനക്കും വേണ്ടി യേശുവിന്റെ രക്തം അവസാന തുള്ളിവരെയും ഊറ്റി. രക്തം ചൊരിഞ്ഞിട്ട് വിമോചനമുണ്ട്. രക്തത്താൽ വീണ്ടെടുപ്പാണ്, വിടുതലാണ്. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കർത്താവ് വരുന്ന അവസരമെങ്കിൽ ഈ മണ്ണാത്തിപ്പാറയിൽ ഇനി ഞങ്ങൾ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ സുവിശേഷം അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ യോഗം കൂടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരദായകനായി യേശു എനിക്ക് നിനക്ക് വേണ്ടി കാൽവയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്നു. അവന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്നൽക്കാലം ആരെങ്കിലും ഏതെങ്കിലും ഒരു അപകടം പെട്ട് അതേ വഴിയിൽ വീണാൽ നമ്മൾ നോക്കി നിൽക്കത്തില്ല. അവരെ എടുത്ത് കോരിയെടുത്ത് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പരിശോധിക്കും. ഇദ്ദേഹത്തിന് മരണത്തോടെ മല്ലടിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ രക്തം മുഴുവൻ വാർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും സഹോദരന്മാരെ ഇദ്ദേഹത്തിന് രക്തം കൊടുക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും മുൻപോട്ട് വരും. എന്റെ രക്തം കൊടുക്കാൻ തയ്യാറാണ്. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന വ്യക്തി ചോദിക്കോ, ഈ രക്തം തരുന്ന വ്യക്തി ആരാണ്? ഞാന് അതേ ക്രിസ്ത്യാനിയാണ്, എനിക്ക് ക്രിസ്ത്യാനിയുടെ രക്തം മതി, എനിക്ക് ഹിന്ദു രക്തം വേണമെന്ന് പറയുമോ? ഇല്ല. ആര് രക്തം കൊടുത്താലും വാങ്ങാൻ തയ്യാറായി കിടക്കുന്നു. എങ്ങനെയെങ്കിലും കാലം സകല മനുഷ്യർക്ക് വേണ്ടി അമേരിക്ക ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഓടുന്നത് രക്തമാണ്. അത് കൊടുക്കാൻ തയ്യാറായ ഒരു മനുഷ്യനെ രക്ഷിക്കുകയാണ്. അങ്ങനെ സകല മാനവർഗത്തിന് വേണ്ടി രക്തം കാൽവരിയിൽ എനിക്ക് നിനക്ക് വേണ്ടി വിശ്വസിച്ചാൽ നിന്റെ സകല പാപം പോക്കി ശുദ്ധീകരിപ്പാൻ കഴിയും. കടിഞ്ഞു പാപത്തെ പോലെ വെളുപ്പിക്കൂ. പ്രിയപ്പെട്ടവരെ, നീ മരണത്തോട് മല്ലടിച്ച് നിങ്ങളുടെ ഭവനത്തിനകത്തളത്തിലാണോ? നിന്നെ ബന്ധിച്ചിരിക്കുകയാണോ? രോഗമാണോ നിന്നെ ബന്ധിച്ചിരിക്കുന്നത്? പൈശാചിക ശക്തിയാണോ? യേശുവിന്റെ രക്തത്തിന് വിടിപ്പാൻ ശക്തനാണ്. ഞങ്ങൾ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ രക്തം സകല പാപം മുക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിനെ കേൾക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ആ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ യോഗം അവസാനിപ്പിക്കുന്നു. ഇനി ഞങ്ങളുടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേട്ട വചനം ശ്രദ്ധയോടെ നമ്മുടെ കാതുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ കർത്താവ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വിശാലത നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൺഡേയിൽ ആരാധന നടക്കുന്നത് മങ്ങാനത്താണ്. ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്, ഞങ്ങൾ ബന്ധപ്പെടാൻ. നിങ്ങൾ ഏത് വിഷയമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. പാസ്റ്റർ തമ്പി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് പരിവർത്തനം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേശ്വർക്ക് നല്ല കർത്താവ്, പ്രത്യേക സായന സമയത്തോട് അടുക്കുന്ന സമയം തിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കുവാൻ ഈ ദേശത്തേക്ക് കർത്താവെ മാകാണത്തിന്റെ പ്രദേശത്തിനും അതുപോലെ പലയിടങ്ങളിലായിട്ട് ദേവദാസന്മാരെയും ദാസിയും